നമസ്കാരം. സർക്കാരിന്റെ നയങ്ങൾക്കും ജനങ്ങളുടെ താൽപര്യങ്ങൾക്കും മുകളിലായി സ്വന്തം ഇഷ്ടപ്രകാരം കസേരയിൽ ഇരുന്ന് അനാവശ്യ നീക്കങ്ങളും അഴിമതിയും കാണിക്കുന്ന ഉദ്യോഗസ്ഥ മേലാളന്മാർക്ക് കൃത്യവും ശക്തവുമായ ഒരു താക്കീതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാപ്പ കേസിൽ പ്രതിയായി ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R. സുഗതന്റെ അവധി അപേക്ഷയിൽ വഴിവിട്ട് അനുകൂല നടപടിയെടുക്കാൻ ഫയലിൽ തിരുത്തൽ നടത്തിയ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ചിത്ര P. അരുണിമയെ സസ്പെൻഡ് ചെയ്ത സംഭവമാണ് ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ചയാകുന്നത്. IAS, KAS ഉദ്യോഗസ്ഥരുടെ കടുത്ത സമ്മർദ്ദവും തന്ത്രപരമായ ചരടുവലികളും പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജി ഈ ഒരു കടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നത്. ഒരു കാര്യം നമ്മൾ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കണം. ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും ശമ്പളം വാങ്ങി ഭരണകൂടത്തിന്റെയും ജനങ്ങളുടെയും സൽപ്പേരിനും നാടിന്റെ വികസനത്തിനും വേണ്ടി സത്യസന്ധമായി പ്രവർത്തിക്കാൻ ബാധ്യതയുള്ളവരാണ്. ഭരണഘടനാപരമായ ഉന്നത കസേരകളിൽ ഇരിക്കുമ്പോൾ ആ പദവിയുടെ മര്യാദ കാത്തു സൂക്ഷിക്കണം. എന്നാൽ ഇവിടെ എന്താണ് നടന്നത്? ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കുന്ന വ്യക്തിക്ക് നിയമവിരുദ്ധമായി ആനുകൂല്യം നൽകാൻ തനിക്ക് മുകളിലുള്ള മന്ത്രിതലത്തിലും സെക്രട്ടറി തലത്തിലുമുള്ള തീരുമാനങ്ങളെ മറികടന്ന് ഫയലുകളിൽ വെട്ടിത്തിരുത്തലുകൾ നടത്തുകയാണ് ചിത്ര P. അരുണിമ എന്ന ഉദ്യോഗസ്ഥ ചെയ്തത്. ഇത് കേവലം ഒരു അച്ചടക്ക ലംഘനം മാത്രമല്ല, മറിച്ച് സർക്കാരിന്റെ പ്രതിച്ഛായയെ അങ്ങേയറ്റം മോശമാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള നഗ്നമായ അധികാര ദുർവിനിയോഗവും ഗുരുതരമായ പെരുമാറ്റ ദൂഷ്യവുമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ സഹപ്രവർത്തകരെ രക്ഷിച്ചെടുക്കാൻ മറ്റുദ്യോഗസ്ഥർ കാണിക്കുന്ന മനോഭാവവും ഇവിടെ നമ്മൾ കണ്ടു. KS, IAS കേഡറിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരം കടുത്ത നടപടികളിലേക്ക് കടക്കരുതെന്നും ഒരു മുന്നറിയിപ്പിൽ ഒതുക്കണമെന്നുമായിരുന്നു ഉന്നത IAS ഉദ്യോഗസ്ഥരുടെ ശുപാർശയും സമ്മർദ്ദവും. എത്ര വലിയ കസേരയിൽ ഇരിക്കുന്നവരായാലും സർക്കാരിന്റെയും ജനങ്ങളുടെയും തീരുമാനങ്ങൾക്ക് മുകളിലായി തീരുമാനങ്ങൾ എടുക്കാൻ ഇവരെ അനുവദിക്കില്ലെന്ന മന്ത്രി KM ഷാജിയുടെ ഉറച്ച നിലപാടാണ് ഒടുവിൽ പൊതുഭരണ വകുപ്പിനെ കൊണ്ട് സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിക്കാൻ നിർബന്ധിതരാക്കിയത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥനെതിരെ ഉണ്ടാകുന്ന ചരിത്രത്തിലെ ആദ്യത്തെ സസ്പെൻഷൻ നടപടി കൂടിയാണിത്. നാടിനും ജനങ്ങൾക്കും മാതൃകയാകേണ്ട ഒരു സർവീസിൽ നിന്ന് വന്ന് ഇത്തരം നീക്കങ്ങൾ നടത്തുന്ന ആളുകളെ ഒരു നിമിഷം പോലും ഇല്ലാത്ത ആനുകൂല്യങ്ങൾ നൽകി സർവീസിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. മന്ത്രിയും സർക്കാരും നാട്ടുകാരും അറിയാതെ ഫയലുകളിൽ മാറ്റം വരുത്തി സ്വന്തം രാഷ്ട്രീയ താൽപര്യങ്ങൾക്കോ സ്വാർത്ഥതയ്ക്കോ വേണ്ടി പ്രവർത്തിക്കുന്ന ഇത്തരം തെറ്റായ പുഴുക്കുത്തുകളെ സർവീസിൽ നിന്നും തൂത്തെറിയുക തന്നെ വേണം. ജനങ്ങളുടെ നികുതി പണം വാങ്ങി ക്രിമിനലുകൾക്ക് കുടപിടിക്കാൻ ഇറങ്ങുന്നവർക്ക് ഇതൊരു പാഠവുമാകണം. തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സമർപ്പിച്ച കൃത്യമായ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിയെങ്കിലും മേലാളന്മാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഒരു അഴിമതിക്കാരെയും സംരക്ഷിക്കില്ലെന്ന് തെളിയിച്ച തദ്ദേശ മന്ത്രിയുടെ നിലപാടിനെ നാടൊട്ടുക്കും അഭിനന്ദിക്കുകയാണ്. ഭരണം എന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും ജനങ്ങൾ തെരഞ്ഞെടുത്ത മന്ത്രിമാരുടെ നിലപാടുകൾക്ക് മുകളിലാണ് തങ്ങളെന്ന ഉദ്യോഗസ്ഥരുടെ അഹങ്കാരം നടപ്പില്ലെന്നും ഈ ഒരൊറ്റ സസ്പെൻഷനിലൂടെ വ്യക്തമായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇത്തരം കൂടുതൽ അഴിമതിക്കാരെ കണ്ടെത്തി പുറത്താക്കാൻ സർക്കാർ തയ്യാറാകുമെന്നാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്.